ഹലോ ഗായ്സ്, അപ്പോൾ ഒരു വാട്ട ഈറ്റിനിടെയാണ്. ഞാൻ രാവിലെ തന്നെ വാട്ടർമെലനും അതുപോലെ ഗ്രേപ്പും പിന്നെ കോണുമാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് മൊത്തം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മധുരം തിന്നാൻ ഒരു ക്രേവിങ് വന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്വീറ്റിന് ഒരു ചെറിയ പീസ്, ഒരു ചെറിയൊരു സ്വീറ്റൊക്കെ ആയിട്ടുള്ളൊരു സാധനം, ചെറിയ ചോക്ലേറ്റൊക്കെ ആയിട്ടുള്ളത് നമുക്ക് കഴിക്കരുതെന്ന് പറയുന്നില്ല, കഴിക്കുമ്പോൾ കുറച്ചായിട്ട് കഴിക്കാൻ ശ്രമിക്കാം, അപ്പം നമുക്ക് നല്ലതല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് യോഗട്ടും അതുപോലെ അതിനകത്ത് ഫ്രൂട്ട് ഇട്ടതുമാണ് കേട്ടോ. ഇത് ഫ്ലേവേർഡ് യോഗട്ടാണ്. അത് അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത്. അങ്ങനെ അത് ഞാൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിത് ഭയങ്കര തൃപ്തിയോടു കൂടി കഴിക്കുന്നൊരു ഫുഡാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റായിരുന്നു. ഞാനത് മൊത്തം നക്കി തുടച്ച് തന്നെ തിന്നു വേണമെങ്കിൽ പറയാം, കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇത് എൻ്റെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ കാണാം. അതൊക്കെ ഞാൻ എന്താ പറയുക, കിച്ചണിൽ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് ഇതൊക്കെ എന്ത് ചെടിയാണെന്നും കൂടി അറിയില്ല. അതിനകത്ത് വേറെ മല്ലിയിലയും അതുപോലെ പുതിനയിലയൊക്കെ ഉണ്ട്, കണ്ടില്ല? അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. കേക്ക് ഉണ്ടാക്കണം. ഇതിപ്പോൾ എന്തായാലും ഓവനൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലും കൂടി നിൽക്കുകയാണ്. അങ്ങനെ വെള്ളം മൊത്തം കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കേക്ക്. സത്യം പറഞ്ഞാൽ വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. കരിഞ്ഞു പോയി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മേലിലുള്ള ക്യാഷു തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ റോസ്റ്റ് എന്ന് പറയും, നമ്മൾ നാട്ടിൽ ചുട്ട് തിന്നില്ലേ, കപ്പിലണ്ടി ചുട്ട് തിന്നില്ല, ആ ഒരു ടേസ്റ്റ് പെറുക്കി തിന്നു. ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സംഭവം കരിഞ്ഞ് ഉണങ്ങി കല്ല് പോലെ ഇവ കണ്ടില്ലേ, മുന്തിയൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. അങ്ങനെ എൻ്റെ കേക്ക് ഉണ്ടാക്കണം എന്നുള്ള പൂതി അങ്ങ് മാറി. എന്നാലും ഞാൻ ട്രൈ ചെയ്തു നോക്കും. ആ സങ്കടത്തിൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും പിന്നെ പയറും പിന്നെ എന്താ പറയുക ചർലാസും കൂടി കൂട്ടി ഞാനങ്ങ് തിന്നു. എനിക്ക് നല്ല സങ്കടമായിട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ എപ്പം എന്താ പറയുക, ഞാൻ വളരെ ആഗ്രഹത്തോടെ വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു കേക്ക്. അതങ്ങ് ഇതായിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം ഞാൻ ഇതൊക്കെ തിന്നങ്ങ് തീർത്തു. എൻ്റെ ഇപ്പോൾ വാട്ട ഈറ്റിൻ്റെ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഫുൾ ഡേ ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഗ്രേപ്പും കൂടി അങ്ങ് കഴിച്ചു. ആരോട് പറയാൻ എൻ്റെ സങ്കടം. അത്രേ ഉള്ളൂ. ബൈ.